വ്യാജരേഖ നിർമ്മിച്ച് അവയവ കച്ചവടം നടത്തിയ കേസിലെ മുഖ്യപ്രതി നജീബ് പിടിയിൽ. ഗാസിയാബാദിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇയാൾക്കായുള്ള അന്വേഷണം നടത്തിയത്. നജീബിനെ ഉടൻ കേരളത്തിലെത്തിക്കും. ഈ അവയവ കച്ചവടത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന പോലീസ് കണ്ടെത്തിയ ആളാണ് നജീബ്. ഈ അറസ്റ്റോടെ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്താകും. പ്രതിപക്ഷ നേതാവാകുമോ? മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യം. മറുപടി പറയാതെ പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ പിണറായി വിജയൻ. ദില്ലിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പിന്നെ കാണാമെന്ന് പറഞ്ഞ് മറുപടി നൽകാതെ പോയി. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും പിണറായി മറുപടി പറഞ്ഞില്ല. അതേസമയം കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് എന്നത് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തമിഴ്നാട്ടിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയത് ഗവർണറുടെ നിലപാടാണെന്നും വിജയ്ക്ക് എല്ലാ ആശംസകളെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് ഇന്നത്തെ PB യോഗത്തിന്റെ അജണ്ടയെന്നും ബേബി പറഞ്ഞു. കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉടൻ തെരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ചക്രവാത ചുഴി. ഇന്ന് 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കെട്ടഴിഞ്ഞെത്തിയ പോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. കളമശ്ശേരിയിൽ പോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കൈപ്പടമുകൾ സ്വദേശി അബുവാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. ഒരു വീടിനടുത്തുള്ള പാടത്തു നിന്ന് കെട്ടഴിഞ്ഞു വന്ന പോത്തിനെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. സമീപവാസികൾ ചേർന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അബുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഹെൽമെറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലക്കടിച്ചു. തൃക്കരൂരിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പളം സ്വദേശി ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കൂർ മാരാത്തക്കര നെല്ലിച്ചോട് വെച്ചായിരുന്നു ആക്രമണം. ജിമ്മിൽ നിന്നിറങ്ങിയ ബിനസിനെ പിറകിൽ നിന്ന് വന്ന ആൾ ചുറ്റിക കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ബോധം നഷ്ടപ്പെട്ട നിലത്ത് വീണ യുവാവിന്റെ തലയിൽ വീണ്ടും ഇയാൾ 2 തവണ ചുറ്റിക കൊണ്ടടിച്ചു.